അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യം നമുക്ക് വായിക്കാം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ലല്ലോ എന്നാണ് ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാക്യം നമ്മോട് സംസാരിക്കുന്നത് മറ്റെല്ലാ വസ്തുക്കളിൽ നിന്നും, വ്യക്തികളിൽ നിന്നും, ആർഭാടങ്ങളിൽ നിന്നും നമ്മുടെ നോട്ടം നാം പിൻവലിച്ച്, സകലവിധ പാപങ്ങളിൽ നിന്നും നമ്മുടെ കൈ പിൻവലിച്ച് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളുവിൻ എന്നാണ്. നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് പഴയ നിയമത്തിലൊരു വാക്യത്തിൽ കൂടി കർത്താവ് പറയുന്ന കാര്യങ്ങൾ ആണല്ലോ. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു വീണ്ടും നമ്മോട് പറയുകയാണ്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുക എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യങ്ങളിലെല്ലാം യേശുവിലേക്ക് തിരിയുക, യേശുവിനെ നോക്കുക എന്നെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്രകാരം തിരിയുകയാണെങ്കിൽ രക്ഷപ്പെടാമെന്നും യേശുവിനെ നോക്കുന്നുവെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാം എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുവിനെ നോക്കുക എന്നാൽ എന്താണെന്ന് നമുക്ക് അല്പമായി ചിന്തിക്കുവാൻ സമയം കണ്ടെത്താം. പീറ്റർ ഒ ബ്രെയിൻ എന്ന ഒരു ദൈവദാസൻ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, മറ്റെല്ലാവരിൽ നിന്നും മറ്റെല്ലായിടത്തു നിന്നും കണ്ണെടുത്ത് യേശുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുക എന്നാണ് യേശുവിനെ നോക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. യേശുവിൻ്റെ വാക്കനുസരിച്ച് കൊണ്ട് പുത്രനെ നോക്കുന്ന അഥവാ യേശുവിനെ നോക്കുന്ന ഒരു വ്യക്തി മറ്റൊന്നിലേക്കും തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയില്ല. പുത്രനെ നോക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അംഗീകാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ, മനുഷ്യരുടെ അംഗീകാരം പ്രതീക്ഷിക്കാതെ ദൈവത്തിൻ്റെ അംഗീകാരത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക എന്നാണ് അർത്ഥം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 42-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു, പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ലാതാനും. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. പുത്രനെ നോക്കുന്ന മറ്റെന്തിനേക്കാളും പ്രാധാന്യം കർത്താവായ യേശു ക്രിസ്തുവിനെ കൊടുക്കുന്ന വ്യക്തിക്ക് മനുഷ്യരാലുള്ള മാനത്തേക്കാൾ ദൈവത്താലുള്ള മാനത്തിന് വില കൂടുതലായിരിക്കും. മനുഷ്യർ നമ്മെ ബഹുമാനിച്ചാൽ നിമിഷങ്ങൾക്കകം അവർ നമ്മെ തള്ളിക്കളയും. എന്നാൽ നമ്മെ ഒരു നാളും തള്ളിക്കളയാത്തവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം നോക്കിയാൽ, അവനെ നാം ബഹുമാനിച്ചാൽ, അവൻ്റെ കൽപ്പനകൾ നാം പ്രമാണിച്ചാൽ, അവനെ നാം അനുസരിച്ചാൽ ഈ ഭൂമിയിൽ തന്നെ നാം മാനിക്കപ്പെടുകയും മരണശേഷം നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നെയുമല്ല യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? യേശു യഹൂദന്മാരോട് ചോദിച്ച ചോദ്യമാണിത്. എങ്കിലും നമുക്ക് ഇതിൽ നിന്നും ചില സന്ദേശങ്ങൾ ലഭിക്കും. നാം മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം ആഗ്രഹിച്ചാൽ നമുക്കത് ലഭിക്കുമെന്നതിന് സംശയമില്ല. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം നമുക്ക് നഷ്ടമാവുകയും അതിനോടുകൂടെ നമ്മുടെ വിശ്വാസം കുറഞ്ഞ് നാം കൃപയിൽ നിന്ന് വീണു പോവുകയും ചെയ്യുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നാം പുത്രനെ നോക്കിയാൽ, അവൻ്റെ വചനത്തെ അനുസരിച്ചാൽ, അവൻ്റെ ബഹുമാനം മാത്രം, അവനിൽ നിന്നും മാത്രം പുകഴ്ച ലഭിക്കുവാൻ നാം ഇച്ഛിച്ചാൽ, ഒരു കാര്യം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് ഉറപ്പ് തരുവാൻ കഴിയും:
നാം ആരുടെയും ബഹുമാനത്തിൻ്റെയോ അംഗീകാരത്തിൻ്റെയോ പിന്നാലെ പോകാതെ നമ്മുടെ ഏക ശ്രദ്ധ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമായിരിക്കും, പുത്രനെ മാത്രമായിരിക്കും നാം നോക്കുന്നത്, പുത്രനെ മാത്രമായിരിക്കും നാം ചുംബിക്കുന്നത്, അവനെ മാത്രമായിരിക്കും നാം അനുസരിക്കുന്നത്. അതുമൂലം നാം വഴിയിൽ വെച്ച് നശിച്ചു പോകാതെ, മരുഭൂപ്രയാണത്തിൽ പട്ടുപോകാതെ നിത്യജീവനിൽ പ്രവേശിക്കുവാൻ ഇടയായി തീരുകയും ചെയ്യും. യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നാം ജീവിക്കണമെന്ന് യേശു നമ്മോട് ആവശ്യപ്പെടുന്നു. കാരണം അവൻ്റെ കണ്ണുകളിൽ നാം നോക്കിയാൽ നമ്മെ ഭയപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന കടൽക്കാറ്റുകളും തിരമാലകളുടെ ഇരച്ചിലും പാപത്തിൻ്റെ സ്വാധീനവും നമുക്ക് കാണേണ്ടി വരികയില്ല. കാരണം നമ്മെ വീഴാതെ, താഴാതെ, ക്ഷീണിക്കാതെ, നിരാശപ്പെടാതെ സംരക്ഷിക്കുവാൻ ശൂന്യമായ പടകിനെ കണ്ട യേശുവിൻ്റെ കണ്ണുകൾക്ക് ശക്തിയുണ്ട്. കാനാവിലെ വിവാഹഭവനത്തിലെ കൽപ്പാത്രങ്ങളിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർക്കുവാൻ വെള്ളത്തെ നോക്കിയ കണ്ണുകൾക്ക് ശക്തിയുണ്ട്. യേശുവിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണെടുത്തപ്പോൾ പത്രോസ് കാറ്റ് കണ്ട് പേടിച്ചു. അനന്തരഫലമോ അവൻ മുങ്ങുവാൻ തുടങ്ങി. എന്നാൽ യേശു അവനെ രക്ഷിച്ചു. പുത്രനെ നോക്കുക എന്നാൽ യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവനിൽ വസിക്കുക എന്നും യേശുവിൻ്റെ വചനം അനുസരിച്ച് അവനെ സ്നേഹിക്കുക എന്നും യേശുവിൻ്റെ സൗമ്യതയും താഴ്മയും പ്രാപിക്കുക എന്നും യേശുവിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്നും യേശുവിൽ ആശ്രയിക്കുക എന്നും യേശുവിനെ അനുഗമിക്കുക എന്നും എല്ലാം അർത്ഥമുണ്ട്. നാം യേശുവിൻ്റെ മുഖത്തേക്ക് അഥവാ പുത്രൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ തരുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയമായും ഈ ഭൂമിയിൽ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുവാനും, യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരാകുവാനും നിത്യജീവനിൽ പ്രവേശിക്കുവാനും ഇടവരും. ആകയാൽ നമ്മുടെ ശിഷ്ടായുസ് യേശുക്രിസ്തുവാകുന്ന പുത്രനെ നോക്കി അവൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനും പാപത്തെ വെറുക്കുവാനും നമുക്ക് ഉത്സാഹിക്കാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിരാശയിൽ വസിക്കുന്നുവെങ്കിൽ അങ്ങ് അവരുടെ നിരാശ മാറ്റിക്കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. മറ്റെന്തിനേക്കാളും അങ്ങയ്ക്ക് പ്രാധാന്യം തന്ന് ജീവിപ്പാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.